പുഴയിൽ വീണാൽ എങ്ങനെ മുയദ്ദിഷയെ കാക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശിർക്കാവണ്? ഞാൻ നിങ്ങളോട് എന്ന് ചോദിച്ചേക്കണേ ശിർക്കിൻ്റെ നിർവചനം നിങ്ങൾ എത്ര കാലം ഓർമ്മ ഉണ്ടാകും? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട മുതലൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചേക്കണേ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ശിർക്കിൻ്റെ നിർവചനം പറയാൻ നിങ്ങൾ സന്നദ്ധരായിട്ടില്ല. അന്നും ഇന്നും ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കണേ നിങ്ങളെങ്ങനെ ശിർക്കിൽ ഭിന്നിച്ചു? ശിർക്ക് തന്നെ ഉസൂലാണ്. ഉസൂലിയാത്തിൽ ഖിലാഫ് വരാൻ പാടില്ല. നിങ്ങൾ കിതാബ് ഓതിക്കണാവോ? ഉസൂലിയാത്തിൽ ഒരു പ്രവാചകന്മാരുടെ ഇടയിൽ ഒരു കാലത്തും ഒരാളുടെ ഇടയിൽ ശിർക്കിൽ ഖിലാഫ് വരാൻ പാടില്ല എന്നാണ്. അപ്പം നിങ്ങൾ മുജാഹിദികളെ നിങ്ങളുടെ ഇടയിൽ ഖിലാഫൊന്നും ഞങ്ങളുടെ ഇടയിൽ ഖിലാഫില്ലല്ലോ. നിങ്ങൾ ഖിലാഫ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മുജാഹിദ് വേറിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇടയിലെ ഖിലാഫ് നിങ്ങൾ കണക്കൂട്ടല്ലേ. ഞങ്ങളുടെ ഇടയിൽ ശിർക്കിൽ ഖിലാഫിൽ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മറുപടി പറയണില്ല. നിങ്ങളവിടെ ഉരുണ്ട് കളിച്ചാണ്. മനസ്സിലായോ? മുസ്ലിയാറെ, ഈ ഗ്രൂപ്പിൽ തന്നെ പല പ്രാവശ്യം ശിർക്ക് എന്താണെന്ന് പലരും വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, പല മുജാഹിദുകളും വിശദീകരിച്ചിട്ടുണ്ട്. എന്താ ശിർക്ക്? അള്ളാഹുവിൽ പങ്കു ചേർക്കുക. എങ്ങനെയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക? രണ്ടല്ല ഉണ്ടെന്ന് പറയില്ല. അത് ലോകത്താരും പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ ശിർക്ക് എന്താണ്? രണ്ട് അല്ല ഉണ്ട് എന്ന് പറയില്ല. അത് ലോകത്ത് ഇന്ന് വരെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. എന്നാൽ ലോകത്ത് ഭൂരിപക്ഷം മനുഷ്യരും ഒമായുമിനു അക്സറവും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും മുശ്രിക്കുകളായിക്കൊണ്ടാണ് വിശ്വസിക്കുന്നത്. അതെങ്ങനെയാണ്? പുഴയിൽ വീണവൻ മൊയ്തീശങ്ങളെ കാക്കണമെന്ന് വിളിക്കുമ്പോൾ ഒന്ന്, ഇന്നക്ക ലാ തുസ്മിഉൽ മൗത്ത, നിനക്ക് മരിച്ചവരൊക്കെ കേൾപ്പിക്കാൻ കഴിയില്ല. അപ്പം മൊയ്തീശങ്ങളെ വന്ന് വിളിക്കുമ്പോൾ അള്ള പറഞ്ഞ് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവനെ മൊയ്തീശങ്ങളെ വിളിക്കാൻ കഴിയും. അപ്പം തന്നെ കാഫറായി. മൊയ്തീശങ്ങളെ എന്നൊരൊറ്റ വിളിക്കുമ്പോൾ തന്നെ കാഫറായി. കാരണം അള്ള പറഞ്ഞതാ നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന്. ഓൻ വിളിക്കുന്നത് എന്താണ്? അള്ള ഖുർആനിൽ പറഞ്ഞത് വിശ്വസിക്കാത്തവനാണ്. പിന്നെ മൊയ്തീശങ്ങളെ വിളിക്കും, ഓൻ കാഫറായി. രണ്ടാമത് മുശ്രിക്കാവുക എങ്ങനെയാണ്? എവിടുന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ആ അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ് മൊയ്തീശങ്ങൾക്ക് എന്ന് സങ്കല്പിക്കുന്നു. അതുകൊണ്ടാണെങ്കിലും വിളിക്കുന്നത്. അപ്പോൾ മുശ്രിക്കായി. രണ്ടാമത്തെ മുശ്രിക്ക് എന്താണ്? പുഴയിൽ വീണവനെ രക്ഷപ്പെടുത്താൻ, ആണ്ടുപോകുന്ന രക്ഷപ്പെടുത്താൻ, അത് അള്ളാഹു എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് അതുപോലെയാണ് മൊയ്തീശങ്ങൾ രക്ഷപ്പെടുത്തുക. അല്ലേ? ആ വിശ്വാസത്തെ. അല്ലാതെ മൊയ്തീശങ്ങൾ ബാഗ്ദാദിൽ നിന്ന് ഓടിയിങ്ങെത്തിയിട്ട് അപ്പാട് പുഴയിലേക്ക് ചാടിയിട്ട് അവനെ പിടിച്ചിങ്ങെടുത്ത് കയറ്റലൊന്നുമല്ലല്ലോ. അള്ളാഹുവെ കാക്കണമെന്ന് മൊയ്തീശ് പുഴയിൽ മുങ്ങുന്ന വിളിച്ചാൽ അള്ളാഹു എങ്ങനെയാണോ രക്ഷപ്പെടുത്തുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് മൊയ്തീശങ്ങളെ വിളിച്ചാൽ മൊയ്തീശങ്ങൾ രക്ഷപ്പെടുത്തുക. അല്ലേ? അല്ലാതെ മൊയ്തീശങ്ങൾ കുറച്ചാളെങ്കിൽ പറഞ്ഞേക്കല്ല ആണോ? അള്ളാഹു പറഞ്ഞ് അള്ളാഹുവെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹു ചിലപ്പോൾ ആളയക്കും. അതുപോലെ തന്നെ മൊയ്തീശങ്ങളും ആളയക്കലാണോ? എന്തായാലും അള്ളാഹുവിൻ്റെ അതേ കഴിവാണ് മൊയ്തീശങ്ങൾക്ക് സങ്കല്പിക്കുന്നത്. അള്ളാഹുവിനുള്ള കഴിവ് മറ്റൊരാൾക്ക് സങ്കല്പിക്കുന്നതിനാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുക. എവിടുന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് മൊയ്തീശങ്ങൾക്കില്ല. അത് അള്ളാഹുവിന് മാത്രമുള്ളൂ, ലോകത്തൊരു സൃഷ്ടിക്കില്ല. അപ്പോൾ അള്ളാഹുവിന് മാത്രമുള്ള കഴിവ് മൊയ്തീശങ്ങൾ സങ്കല്പിച്ചത് കൊണ്ടാണ് മുശ്രിക്കായി പോകുന്നത്. മുസ്ലിയാറെ, ഇത് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ്. അള്ളാഹിൻ്റെ കഴിവ് കൊന്തു കുദ്സി ഹദീസിൽ കാണാ, കൊന്തു ഞാനാവും, സംഅഹു അവൻ്റെ കേൾവി ഞാനാവും. ഔലിയാക്കന്മാരെ ചർച്ച ചെയ്യുന്ന പാഠത്തിലുണ്ട് ഒരു ഹദീസ്. അവൻ്റെ കേൾവി ഞാനാവും, അവൻ്റെ കാഴ്ച ഞാനാവും, അവൻ നടക്കുന്ന കാല് ഞാനാവും. മനസ്സിലായോ? എന്താണ് ആ പറഞ്ഞത്? വിശ്വസിക്കേ അള്ളാഹിൻ്റെ മുസ്ലിയാറെ, ഔലിയാൻ്റെ കണ്ണ് ഞാനാവും, കാത് ഞാനാവും, കാല് ഞാനാവും, കൈ ഞാനാവും എന്നൊന്നും പറയല്ല. അതൊക്കെ അള്ളാഹ്ക്കുണ്ടോ? അതൊക്കെ നിങ്ങളെ സമസ്തക്കാർക്ക് അള്ളാഹ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇനി അപ്പറഞ്ഞല്ലേ എവിടെയാ മുസ്ലിയാറെ? മരിച്ചുവല്ല വിളിച്ച് പ്രാർത്ഥിക്കുക, മരിച്ചുവല്ല സഹായിക്കുന്നു. എന്തെങ്കിലും കേട്ടിട്ട് വന്ന് പറഞ്ഞു വിടുന്ന മുസ്ലിയാറെ. അതിലെവിടെ മരിച്ചവരോട് സഹായം ചോദിച്ചോ, മരിച്ചവരിങ്ങൾ സഹായിക്കും എന്ന് ആ പറഞ്ഞില്ലേ? ഏത് വാക്കിലാണുള്ളത് മുസ്ലിയാറെ?